പാമ്പും കീരിയും തമ്മിലുള്ള ശത്രുത നമുക്കേവർക്കും പരിചിതമായ കാര്യമാണല്ലോ. പാമ്പുകൾ കീരികളുടെ ഇഷ്ടഭക്ഷണമാണ്. പാമ്പും കീരിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ 90% വിജയവും കീരിക്കൊപ്പമായിരിക്കും. ഇതിന് ഇവയെ സഹായിക്കുന്നത് പാമ്പുകളുടെ വിഷത്തിനെതിരെ ഇവയ്ക്കുള്ള പ്രതിരോധ ശേഷിയാണ്. മനുഷ്യനുൾപ്പെടെയുള്ള മിക്ക ജീവികൾക്കും ഇങ്ങനെയൊരു പ്രത്യേകത ഇല്ല. പാമ്പുകളുടെ വിഷം കൂടുതലായും ന്യൂറോടോക്സിക് ആണ്. ഇത് ബാധിക്കുന്നത് ജീവികളുടെ നാഡീവ്യവസ്ഥയെയാണ്. എന്നാൽ കീരിയുടെ ന്യൂറോൺസിൽ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീൻ പാമ്പിന്റെ വിഷത്തെ ഇവയുടെ നാഡീകോശങ്ങളുമായി ബൈൻഡ് ചെയ്യുന്നത് തടയുന്നു. ഇതിനാലാണ് ഇവയ്ക്ക് വിഷം ബാധിക്കാത്തത്. എന്നാലും നാം കരുതുന്നത് പോലെ ഇവയ്ക്ക് പൂർണ്ണമായ ഒരു പ്രതിരോധം പാമ്പിന്റെ വിഷത്തോടില്ല എന്നതാണ് സത്യം. ഒരു പരിധി കഴിഞ്ഞ് വിഷം ഉള്ളിലെത്തിയാൽ കീരികൾക്കും മരണം സംഭവിക്കും. ഇനി കാര്യത്തിലേക്ക് വരാം. കീരികളുടെ ഈ സവിശേഷത പാമ്പുകളുടെ ശല്യം കൂടുതലുള്ളിടത്ത് ഉപയോഗപ്പെടുത്തിക്കൂടെ എന്നൊരു ചിന്ത എത്രത്തോളം ഫലവത്താകുമെന്നതാണ്. കീരികളെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് തുറന്നു വിട്ടുകൊണ്ട് ഒരു പരിഹാര മാർഗം കണ്ടെത്താനാകുമോ? ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ജപ്പാനിലെ മനോഹരമായ ഒരു ദ്വീപാണ് അമാമി ഒഷിമ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ ദ്വീപിൽ ഒട്ടനവധി ജൈവ വൈവിധ്യമാർന്ന ജന്തുജാലങ്ങൾ കാണപ്പെടുന്നു. ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന മനുഷ്യരും ഈ ദ്വീപിൽ ജീവിക്കുന്നുണ്ട്. 1970കളിൽ ഈ ദ്വീപിലുള്ള ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. ബാക്കി എല്ലാം കൊണ്ടും സമാധാനപൂർണമായ ദ്വീപിലെ ജീവിതത്തിന് പ്രധാന വെല്ലുവിളി ഇവിടെ സ്വൈരവിഹാരം നടത്തിയിരുന്ന ഹാബു എന്ന ഇനം അണലി വർഗത്തിൽപ്പെട്ട വിഷപ്പാമ്പുകളായിരുന്നു. അനവധി മരണങ്ങൾ ഇവയുടെ കടിയേറ്റ് ഈ കാലയളവിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനൊരു പ്രതിവിധിയായി ജാപ്പനീസ് ഗവൺമെന്റ് ഒരു ആന്റിവെനം കണ്ടുപിടിച്ചുവെങ്കിലും താരതമ്യേന ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് ഇത് എത്തിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമായി വന്നു. ദ്വീപിൽ തന്നെ ഇത് സൂക്ഷിക്കുന്നതിനുള്ള വെല്ലുവിളി ഇവിടെ ഇലക്ട്രിസിറ്റി 1970കളിൽ എത്തിയിട്ടില്ല എന്നതായിരുന്നു. വർഷം തോറും കൂടി വന്നിരുന്ന മരണസംഖ്യ ജനങ്ങളെയും ഗവൺമെന്റിനെയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ ഇവർ കണ്ടെത്തിയ മാർഗമായിരുന്നു ദ്വീപുകളിലേക്ക് കീരികളെ തുറന്നുവിടുക എന്നത്. കീരികൾക്ക് ആഹാരമാകുന്നതോടെ പാമ്പുകളുടെ എണ്ണം കുറയും എന്നവർ കണക്കുകൂട്ടി. 1979ൽ സർക്കാർ 30ഓളം വരുന്ന കീരികളെ ഈ ദ്വീപിലേക്ക് തുറന്നുവിട്ടു. ഏതാണ്ട് 1990കളായിട്ടും ഇവർ ഉദ്ദേശിച്ച പോലെ ഒരു റിസൾട്ട് ഇതിനുണ്ടായില്ല. പാമ്പുകളുടെ എണ്ണത്തിൽ വളരെ ചെറിയ ഒരു ഇടിവുണ്ടായെങ്കിലും പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ പ്രവൃത്തികൾക്കായില്ല. മാത്രമല്ല 30ഓളം വരുന്ന കീരികൾ 10 വർഷം കൊണ്ട് പെറ്റുപെരുകി 10,000ങ്ങളായി മാറി. കീരികളെ ഇവിടെ തുറന്നുവിടുമ്പോൾ സർക്കാർ മറന്നുപോയ ഒരു കാര്യം, ഏതെങ്കിലും ഒരു ജീവി ഒരു പ്രദേശത്ത് കൂടുതൽ കാണപ്പെടണമെങ്കിൽ അതിന് സുലഭമായി ഭക്ഷണം അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ്. ഹാബു പാമ്പുകളുടെ പ്രധാന ആഹാരമായ എലികൾ ഈ പ്രദേശത്ത് ധാരാളമായി ഉണ്ടായിരുന്നു. പാമ്പുകളെ പോലെ കീരികളുടെയും ഇഷ്ടഭക്ഷണമാണ് എലികൾ. പാമ്പുകളുമായി നേരിട്ട് ഒരു മൽപ്പിടുത്തത്തിലൂടെ ഭക്ഷണം കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് എലികളെ പിടികൂടി ഭക്ഷണമാക്കുക എന്നതാണ് എന്തുകൊണ്ടും കീരികൾക്ക് നല്ലത്. അവ ഈ രീതി സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല കീരികൾ ആഹാരം തേടുന്നത് പകലും ഹാബു പാമ്പുകൾ ആഹാരം കണ്ടെത്തുന്നത് രാത്രിയുമാണെന്നുള്ള കാര്യവും ഗവൺമെന്റ് അവഗണിച്ചു. കീരികളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവ് ഈ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചു. അമാമി ദ്വീപുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന അമാമി റാബിറ്റുകളെയും കീരികൾ ഭക്ഷണമാക്കിയിരുന്നു. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെട്ടിരുന്ന വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന മുയൽ വർഗമായിരുന്നു ഇവ. ഇവയുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ തങ്ങൾ തുറന്നുവിട്ട കീരികളെ തിരിച്ചു പിടിച്ച് പുറത്തെത്തിക്കുക എന്ന ദൗത്യത്തിലേക്ക് ജാപ്പനീസ് ഗവൺമെന്റ് മാറി. തുറന്നുവിട്ടത് 30 ആണെങ്കിൽ തിരിച്ചു പിടിക്കേണ്ടത് 10,000ങ്ങളെ ആണെന്നുള്ളത് ഓർക്കണം. പല രീതികളും ഇവർ ഇതിനായി ഉപയോഗിച്ചുവെങ്കിലും പരാജയമായിരുന്നു ഫലം. കെണികളിലെല്ലാം കൂടുതലും അകപ്പെടുന്നത് മറ്റ് ജീവികളായിരുന്നു. പിന്നീട് ഇവയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേക കെണികൾ ഉണ്ടാക്കി ഇവയെ പിടികൂടാൻ ആരംഭിച്ചു. 2018 ഏപ്രിൽ ഒരു കീരിയെ പിടികൂടിയതാണ് അവസാനമായി ഈ ദ്വീപിൽ നിന്നും കീരിയെ പിടികൂടിയതായി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 6 വർഷങ്ങൾക്കിപ്പുറം 2024ൽ അവസാനമായി ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതേ തുടർന്ന് എല്ലാ കീരികളെയും ദ്വീപിൽ നിന്ന് പുറത്തെത്തിച്ചതായി ജാപ്പനീസ് പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. എന്ത് ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിക്കണം എന്ന് പറയുന്നതിന്റെ ഔചിത്യം ഇതാണ്.